എന്നുള്ളതാണ്. നിങ്ങൾ ജേക്ലിയുടെ നോവൽ കണ്ടാൽ മനസ്സിലാവും, അതില് നോവലിന്റെ മുന്നേ വലിയൊരു എസ്സേ എഴുതിക്കുന്നു അദ്ദേഹം, അല്ലേ? ഞാൻ നോക്കി ദൈവം എങ്ങനെ ഒരു പരിപാടി നോവലിന്റെ മുന്നേ എസ്സേ എഴുതും. അപ്പൊ നോക്കിയപ്പോ പോസ്റ്റ് ഫിക്ഷൻ ജേക്ലി ചിന്തിച്ചിട്ടില്ല. പോസ്റ്റ് ഫിക്ഷനിൽ പറയുന്നത് നിങ്ങൾ ഫിക്ഷനെ നോൺ ഫിക്ഷനായിട്ടും നോൺ ഫിക്ഷനെ ഫിക്ഷനായിട്ടും വായിക്കുന്ന ഒരു സവിശേഷമായ പരിസരം എന്ന് പറയും. അപ്പൊ നമ്മളെ രവീന്ദ്ര മാഷെ പരമ്പരാഗതമായിട്ടുള്ള ഫിക്ഷനെ കുറിച്ച് കാഴ്ചപ്പാടൊക്കെ ആകെ അട്ടിമറിയുന്ന ഒരു കാലമാണ്. അവിടെയാണ് ജേക്ലിയുടെ ആദ്യ 5 പേജ്, അല്ലെ ജേക്ലി? 5 പേജ് നോവലിനെ കുറിച്ച് എഴുത്താണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല. നോവലിനെ കുറിച്ചൊരു വലിയ ആമുഖം എഴുതാറുണ്ട്, പ്രിഫേസ് എഴുതാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഹീസ് റൈറ്റിംഗ് 5 പേജ് എഴുതും. ഞാൻ പറഞ്ഞത് എനിക്ക് എപ്പോൾ തോന്നി, ഞാൻ വായിച്ച ഇതാണോ നമ്മുടെ പോസ്റ്റ് ഫിക്ഷൻ കാലം, കഥാപാത്രങ്ങളില്ലാത്ത കാലത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത് പോസ്റ്റ് ഫിക്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിലൊക്കെ ലോകത്ത് വലിയ രീതിയിൽ മാറ്റം വരിക. എഴുത്ത് എന്നുള്ളത് പഴയ രാമേന്ദ്ര മാഷൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ കാലത്ത് എത്രത്തോളം സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു, സോഷ്യൽ റിയലിസ്റ്റ് കാലത്തെ കുറിച്ച് പറയുന്നത്, ഇവിടെ സൊസൈറ്റി ഉണ്ടോ, ഇവിടെ സൊസൈറ്റിയുടെ മിടുപ്പ് രാമേന്ദ്ര മാഷൊക്കെ